മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഈ ദിവസം ഒരു അനുസ്മരണ കുറിപ്പിന് പകരം ഒരു പ്രതിഷേധ കുറിപ്പ് തയ്യാറാക്കേണ്ടി വരും, അത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് കരുതിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഒരു സംഭവം, നേരത്തെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഒരു ശിലാഫലകം, ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ചരമവാർഷികം വരുന്നതിന് മുമ്പ് അത് മാറ്റിയിട്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ശിലാഫലകം സ്ഥാപിച്ചു. ഇതൊക്കെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നിറയേട്ട കാര്യങ്ങളാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിന്റെ സമയത്ത് തന്നെ, ആ ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാവരുതായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്മരണയെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എച്ചുത്തരമായി പോയി. അത് ഒഴിവാക്കാവുന്നതായിരുന്നു. പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കും കടലോര പാതയും 2015 മെയ് 15 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് ഒരു ഫലകം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു സാധാരണ പതിവാണ്. ആ ചടങ്ങിൽ CPM നേതാവ് ശ്രീമതി ടീച്ചറും പങ്കെടുത്തിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 2022 ഈ പാർക്കും കടലോര പാതയും നവീകരിച്ചു. മാർച്ച് 6 ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിനൊരു ഫലകം, ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഫലകം അവിടെ നിന്ന് എടുത്തു മാറ്റി കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞിട്ട്, അതാണ് ശരിയായ ഉദ്ഘാടനം, ശരിയായ ഉദ്ഘാടന ഫലകം. അതെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പുനരുദ്ഘാടനം ചെയ്തതിന്റെ റിനോവേഷൻ, യഥാർത്ഥത്തിലുള്ള പാർക്കോ കടലോര പാതയോ അല്ല, അതിന്റെ റിനോവേഷൻ, പുതുക്കിപ്പണിയത്, അതിന്റെ ഉദ്ഘാടനം, അത് മന്ത്രി റിയാസ് നിർവഹിച്ചത്, അതിന്റെ ഫലകം ഇപ്പോഴേ അവിടെ സ്ഥാപിച്ചിരിക്കുക. കോൺഗ്രസ്സുകാരത് കണ്ടുപിടിച്ചു. കുപ്പത്തൊട്ടിയിൽ കിടന്ന ആ ഫലകമെടുത്ത് ഇപ്പോൾ ഈ പാർക്കിന്റെ കവാടത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇനി അതിനെന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. കണ്ണൂരാണ്, അവിടെ CPM ഭരണമാണ് നടക്കുന്നത്. CPM വിചാരിക്കുന്നതല്ലാതെ മറ്റൊന്നും നടക്കില്ല. ആ ഫലകം ഇനി എന്തു ചെയ്യും, എടുത്ത് അറബിക്കടലിൽ കളയുമോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ഇതുകൊണ്ട് വാസ്തവത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരെങ്കിൽ ടൂറിസം വകുപ്പ് ഉദ്ദേശിച്ചത്? ഈ ഫലകം അവിടെ നിന്ന് എടുത്ത് മാറ്റിയതുകൊണ്ട് ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല. കുട്ടികളുടെ ഒരു പാർക്ക്, ഒരു കടലോര പാത, അതിന്റെ ഒരു ഉദ്ഘാടനം, അത് കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടി അന്ന് ചെയ്തതാണ്. അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഫലകം എടുത്ത് കുപ്പയിലെറിഞ്ഞതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്മരണ, ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്മരണയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. ഇനി റിയാസിന്റെ ഒരു ഫലകം അവിടെ സ്ഥാപിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തിയോ അല്ലെങ്കിൽ പെരുമയോ എന്തെങ്കിലും വർദ്ധിക്കുമോ? അങ്ങനെ വല്ലതും കരുതുന്നുണ്ടോ? മുഹമ്മദ് റിയാസെ, ഭാവി മുഖ്യമന്ത്രി, നിങ്ങളെ 4 ജന്മം ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നാലും നിങ്ങളെ ഉമ്മൻചാണ്ടി ആരായിരുന്നോ ആ ഒരു സ്ഥാനത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും സാധിക്കുകയില്ല. ഫലകം മാറ്റിയാലും വേറെ ഫലകം വെച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളെ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനാണ്, ആ സ്മരണ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റിട്ട് പിന്നീട് പാർലമെന്റിലേക്ക് നേരിട്ട് മത്സരിക്കാൻ അവസരം കിട്ടിയ ഭാഗ്യവാനല്ല ഉമ്മൻചാണ്ടി. അതിനുശേഷം നിയമസഭയിൽ കന്യംഗമായിട്ടും ബന്ധുബലത്തിന്റെ പേരിൽ ആരും കൊതിക്കുന്ന വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായ ആളുമല്ല. താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് അങ്ങനെ 50-ലേറെ വർഷം ഒരു മണ്ഡലത്തെ പ്രതികരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമായി മാറിയ നേതാവാണ് ഉമ്മൻചാണ്ടി. ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്ത വികസന പദ്ധതികളാണ് അദ്ദേഹം നടപ്പാക്കിയത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ കാരുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പര്യായ പദമായി മാറിയത് കൊണ്ടാണ്. വികസനവും കരുതലും എന്ന ഒരു വികസന മന്ത്രം കേരളത്തിന് നൽകിയതുകൊണ്ടാണ്. ആ തരത്തിലുള്ള ഒരു ഉമ്മൻചാണ്ടിയെ നിങ്ങളൊരു ഉദ്ഘാടന ഫലം ഉപയോഗിച്ച് അങ്ങ് ഇല്ലാതാക്കാമെന്ന്, ആ ഓർമ്മകൾ തമസ്കരിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ എന്തൊരു മണ്ടത്തരമാണ്. മുഹമ്മദ് റിയാസെ, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു ചെറിയ ശിലാഫലകം വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഉമ്മൻചാണ്ടി ഒരു പാഠപുസ്തകമാക്കാൻ ശ്രമിക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്. വ്യക്തിപരമായിട്ട്, താങ്കളൊരു പാർട്ടി CPM നേതാവ് എന്ന നിലയിലല്ല, വ്യക്തിപരമായിട്ട് താങ്കൾക്ക് ധാരാളം പഠിക്കാനുണ്ട് അവിടെ നിന്ന്, യാതൊരു സംശയവുമില്ല. CPM ഉമ്മൻചാണ്ടിയെ കുറിച്ച് നിങ്ങളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നായിരിക്കാം, മറ്റൊരു ചിത്രമായിരിക്കാം തന്നിട്ടുള്ളത്. പക്ഷെ ഒരു യഥാർത്ഥ ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ജനസേവകൻ എങ്ങനെ ആയിരിക്കണമെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് പറയാൻ കാര്യം താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. കഴിവുള്ള ആർക്കും
ആ പദവിയിലേക്ക് വരാവുന്നതേ ഉള്ളൂ. താങ്കൾ വന്നാൽ സന്തോഷം. പക്ഷേ താങ്കൾ അത്തരത്തിലുള്ള പദവികൾ കാക്ഷിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ചെയ്യുന്നതൊന്നുമല്ല ജനങ്ങളെ സേവിക്കുന്നതിനുള്ള രീതി എന്ന് താങ്കൾക്ക് മനസ്സിലാകണമെങ്കിൽ, അത് എങ്ങനെയായിരിക്കണമെന്ന് അറിയണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഒന്ന് പഠിക്കാൻ നോക്ക്. അപ്പോ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ശിലാഫലകങ്ങൾ അവിടെ കിടക്കുകയോ കിടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഉമ്മൻചാണ്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് താങ്കൾക്ക് നാളെ ഗുണം ചെയ്യും. പാർട്ടി സമ്മതിച്ചാലും ഇല്ലെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതൊന്ന് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തിൽ CPM-ന് ഏറ്റവും പേടിയുണ്ടായിരുന്ന നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ടാണ് കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് വ്യാജ ആരോപണങ്ങൾ പ്രയോജനപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാനും അദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്താനും നിങ്ങൾ ശ്രമിച്ചത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് നിങ്ങൾ 10 കോടി രൂപ ഉമ്മൻചാണ്ടിക്കെതിരെ സാക്ഷി പറയുന്നതിന് വാഗ്ദാനം ചെയ്തു എന്ന് ആ സ്ത്രീ തന്നെയാ പറഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെയൊക്കെ കൈവശമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടന്നല്ലോ, ശിവരാജൻ കമ്മീഷൻ. ആ റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീ എഴുതിയ ഒരു കത്ത് അത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ചേർത്തിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട്, മറ്റെന്തെങ്കിലും നടപടികൾ എടുക്കാൻ പാകത്തിൽ ഒരു കുറ്റാരോപണവും അല്ലെങ്കിൽ തെളിവുകളും ഈ റിപ്പോർട്ടിൽ ഉണ്ടാവാതിരുന്നത് കൊണ്ട് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് CBI അന്വേഷണം നടത്തിച്ചു. അതിന്റെ ഫലം എന്തായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പോരാഞ്ഞിട്ട് കണ്ണൂരിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് അപായപ്പെടുത്താൻ നോക്കി. എന്നിട്ടും അദ്ദേഹം ജനഹൃദയങ്ങളില് ഒരു ദീപ്ത സ്മരണയായി അവശേഷിക്കുകയാണ്. മുഹമ്മദ് റിയാസിനെ അത്യാവശ്യം നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ധാരാളം ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ മാന്യമായിട്ട് വളരെ അന്തസ്സോടുകൂടി പെരുമാറുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പയ്യാമ്പലത്തെ ഫലകമെടുത്തു മാറ്റിയ ഈ സംഭവം ഞാൻ പറഞ്ഞല്ലോ, അതൊരു വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ടല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ നേരത്തെയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന്റെ തൊട്ടുമുമ്പ് അത് ചെയ്തുകൊണ്ടാണ്. ആ ഒരു സംഭവത്തിൽ താങ്കൾക്ക് നേരിട്ട് ബന്ധമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾക്ക് അങ്ങനെ ഒരു മനസ്സറിവില്ലെങ്കിൽ ഈ അശ്ലീലം തിരുത്താൻ താങ്കൾ തന്നെ ശ്രമിക്കണം, താങ്കൾ തന്നെ മുൻകൈ എടുക്കണം. ഇനി അതല്ല, താങ്കൾ അറിഞ്ഞുകൊണ്ടാണ്, അതാണ് വസ്തുതയെങ്കിൽ പകരം അവിടെ വെക്കുകയോ എടുത്തു കളയുകയോ ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം. അതുവഴി നിങ്ങളുടെ പ്രശസ്തിയും ഖ്യാതിയും 14 ലോകങ്ങളിലും പരക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോ. പക്ഷേ താങ്കൾ അറിഞ്ഞിട്ടല്ലെങ്കിൽ താങ്കൾക്ക് ഇക്കാര്യത്തിലൊരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ദേശാഭിമാനി പത്രമെടുത്ത് മറച്ചതുകൊണ്ട് സൂര്യപ്രഭയെ തടയാൻ സാധിക്കില്ല.